ജിൻഡോ ജോൺ ഇന്നലെ മുഖ്യമന്ത്രിയും വിശദീകരിച്ചത്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, SIT അന്വേഷിക്കുകയാണല്ലോ, 6 ആഴ്ചയാണ് SIT കൊടുത്തിരിക്കുന്ന സമയം. കോടതി 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 6 ആഴ്ച ക്ഷമിക്കുമോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു, 6 ആഴ്ച ക്ഷമിച്ചുകൂടെ? ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിച്ച് നിർത്തുകയല്ലേ ചെയ്തത് അല്ലേ? ഈ 6 വർഷക്കാലം ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡിനും ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഈ സംസ്ഥാന സർക്കാരിനുമാണ്. ഇനി SITയുടെ അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ ഇവരുടെ ഔദാര്യമല്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണമാണോ? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ ദേവസ്വം ബോർഡിന്റെ അന്വേഷണമാണോ? അല്ലല്ലോ. അപ്പൊ 6 ആഴ്ച ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഞങ്ങളുടെ ചോദ്യങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് രാഷ്ട്രീയ ചോദ്യം, 2 വിശ്വാസപരമായ ചോദ്യം. കേരളത്തിലെ സകല വിശ്വാസികളുടെയും വിശ്വാസ്യത ഇവര് വിലക്കി വെച്ചു. സ്വർണ്ണപ്പാളി കട്ടുകൊണ്ട് പോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോഴുള്ള ആളുകൾ ഈ മുതലാളിമാർക്ക് വിറ്റപ്പോ കേരളത്തിലെ സകല വിശ്വാസികളുടെ വിശ്വാസ്യത കൂടിയാണ് ഇവർ തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചത്. ആ വിശ്വാസ്യത തകർക്കപ്പെട്ടു. അത് ഞങ്ങൾ ചോദിക്കണ്ടേ? അല്ല, അതിൽ ശ്രീ ജിൻഡോ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നയിക്കുന്ന ഒരു കാര്യം 98 മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാലഘട്ടത്തിലും അന്വേഷണം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ 98-ൽ ക്ലാഡ് ചെയ്ത സ്വർണം എപ്പോഴൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് മുഴുവൻ ദേവസ്വം ബോർഡുകളുടെ കാലത്തെയും കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ദേവസ്വം ബോർഡുകളും ഉണ്ട്. അപ്പോ അഭിലാഷേ, ഞങ്ങൾക്ക് പേടിയില്ലല്ലോ അഭിലാഷേ. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ഇപ്പോഴാണോ ഈ വെളിപാടുണ്ടായത്? ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണം വരികയും ഹൈക്കോടതിയുടെ വിധി വരികയൊക്കെ ചെയ്തപ്പോ ആണോ ഈ വെളിപാടുണ്ടായത്? കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഈ സ്വർണ്ണക്കള്ളന്മാർക്കെതിരായിട്ടുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്മേൽ അടയിരുന്നിട്ട് ഇപ്പൊ പറയാ 98 മുതൽ 98 അല്ലെങ്കിൽ 1957 മുതൽ ഇവർ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് പരാതിയുണ്ടോ? അന്വേഷിക്കണ്ട എന്നല്ലല്ലോ ഞങ്ങളുടെ നിലപാട്, അന്വേഷിക്കണമെന്നാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം നടന്നോട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ 98-ഉം 1957 ദേവസ്വം വകുപ്പ് ഉണ്ടായ നടന്നിട്ടുള്ള അന്വേഷണം എന്നൊക്കെ പറയുന്നത് ഇതിനെ സമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പണി കണ്ട ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ ശബരിമലയിൽ എത്തിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രെഡൻഷ്യൽ എന്തായിരുന്നു? എന്ത് വിശ്വാസ്യതയിലാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി കൊണ്ടുപോകാനായിട്ട് എടുത്തുകൊണ്ട് പുറത്തു പോകാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്? ദേവസ്വം വകുപ്പിന്റെയും അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിന്റെയും ഒക്കെ മാനുവലും നിയമങ്ങളൊക്കെ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണ കൊള്ളക്ക് ഈ വിഗ്രഹ മോഷണത്തിന് നേതൃത്വം കൊടുക്കാനുള്ള പിന്തുണ കൊടുത്തതിന്റെ ഉത്തരവാദിത്വം, രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ പത്മകുമാറിനെ പോലുള്ള ആളുകൾ വെറുതെ വന്ന് ശബരിമലയിൽ എത്തിയതല്ലോ, പിണറായി വിജയൻ സർക്കാരിന്റെ ശുപാർശയല്ലേ, നിയമനമല്ലേ? അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. എന്തുകൊണ്ടാണ് അഭിലാഷേ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ പ്രശ്നത്തിൽ നിന്ന് ഒരു സമരം ചെയ്യാൻ CPM തയ്യാറല്ലാത്തത്? ഈ അമ്പലക്കള്ളന്മാർ ആരുമായിക്കോട്ടെ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPM ഒരു അഭിപ്രായമുണ്ടോ? CPM അഭിപ്രായമില്ലല്ലോ, അവർക്കൊരു സമരമില്ലല്ലോ. 6 വർഷക്കാലം ഇത് മൂടി വെച്ചത് ആരാണെന്ന് കണ്ടെത്തേണ്ട ആവശ്യവും ആഗ്രഹവും അവർക്കില്ലല്ലോ. ശരി, ഓക്കെ.